നമസ്കാരം. നമ്മൾ കണ്ടുമുട്ടിയത് ഈ തൃശ്ശൂരിന്റെ ഈ റൗണ്ടിൽ വെച്ചാണ്, വടക്കുന്നാഥന്റെ മണ്ണിൽ വെച്ചാണ്. ഇപ്പം അന്ന് ഞങ്ങൾക്ക് ഒരു അഭിമുഖം തന്നു. വളരെ ആൾക്കാർ വളരെ ഞങ്ങളോട് ചോദിച്ചത് ആരാണ് ഈ ആള് ഇങ്ങനെ ഇത്രയൊക്കെ ശക്തമായിട്ട് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒരാളിനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളുടെ ഫോട്ടോ, ആം ആദ്മി പാർട്ടി, നിങ്ങളുടെ ചാനലിന്റെയോ ഒരു ഇതും കൂടി ആയിരിക്കാം. നിങ്ങളന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേര് വന്നു. ആം ആദ്മി പാർട്ടി അല്ല, നമുക്ക് പ്രവർത്തിക്കാൻ ധാരാളം പാർട്ടികളുണ്ട്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി പോലെ ഈ മുളച്ചു വരുന്നൊരു പാർട്ടിയാണ്, കുറച്ചുകൂടെ വളർന്നൊരു പാർട്ടി ആയിരുന്നില്ലേ ഈ റാണിയെ പോലെ ഒരു സ്മാർട്ടായിട്ടൊരു ജനപക്ഷ. ഗാന്ധിജി വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആരും ഉണ്ടായിരുന്നു? അദ്ദേഹം ഒറ്റയ്ക്കാണ് യാത്ര തുടങ്ങിയത്. പിന്നെ ആളുകൾ കൂടുമായിരുന്നു. അതുപോലെ കേജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ ഒറ്റയ്ക്കാണ് യാത്ര തുടങ്ങിയത്. അവരുടെ കൂടെ പിന്നെ അങ്ങ് കൂടുമായിരുന്നു. ആ കൂടുന്ന ഭാഗത്തിൽ കൂടിയ ആളാണ് ഞാനും. പാർട്ടിയുടെ കൂടെയല്ല, പരിവർത്തൻ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയ ആളാണ്. അത് കഴിഞ്ഞ് അണ്ണാഹസാരെ മൂവ്മെൻറ്റിൻ്റെ കൂടെ നമ്മളുണ്ടായിരുന്നു. അണ്ണാഹസാരെ മൂവ്മെൻറ്റിനെ എന്നും സമരം ചെയ്യാനും നിരാഹാരം കിടക്കാനും മാത്രമുള്ള താല്പര്യമാണ്. മറിച്ച് കേജ്രിവാളിൻ്റെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കാലം നിരാഹാരം കിടക്കും, എത്ര ജനറേഷൻ നിരാഹാരം കിടന്നാലാണ് ഈ ഗവൺമെന്റുകൾ നമ്മളെ ഗൗനിക്കുക, എത്ര പേര് മരിച്ചാലാണ് ഭരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അല്ല, അധികാരത്തിലൂടെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സമരം ചെയ്തും നിരാഹാരം ചെയ്തും മാത്രമല്ല, അധികാരം പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനക്ഷേമ രാഷ്ട്രീയം നടപ്പിലാക്കുക. ഗാന്ധിജി വിഭാവനം ചെയ്ത സ്വരാജ്, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ് സ്വരാജ്. ഇവിടെ പ്രധാനമന്ത്രിനെയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഗ്രാമത്തിൽ കർഷകരുടെ കൂടെയായിരുന്നു. ആ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്ന് ഏറ്റവും താഴെക്കടയിൽ. ഞാൻ ചോദിക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ എല്ലാം കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. LDF എന്ന് പറയുന്നത് വലിയൊരു സംഘടന, കുറെ പാർട്ടികളുണ്ട്. UDF എന്ന് പറയുന്നത്, ND എന്ന് പറയുന്നത്, എല്ലാത്തിനും കുറെ പാർട്ടികളുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഫൈറ്റ്. നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല എന്ന് പറയും. ഇല്ല, കാരണം നിങ്ങൾ മറ്റവർക്കൊക്കെ വലിയ ഫണ്ട് ലോറി കണക്കിന് വന്നുകൊണ്ടിരിപ്പുണ്ട്, രാത്രിയും പകലും ഇല്ലാതെ, അല്ലെ ഫ്ലൈറ്റിനൊക്കെ വന്ന് പെട്ടികൾ കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനൊന്നും ഇല്ലാതെ എങ്ങനെ ഇവരോടൊപ്പം പിടിച്ചു നിർത്താൻ പറ്റും? ഞങ്ങൾ ഒരു 5000 രൂപയുടെ മേലെ ആരെങ്കിലും തരികയാണെങ്കിൽ വേണ്ട എന്ന് പറയും. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് അവർ ഒരു 5 ലക്ഷം രൂപ തന്നു. അവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അധികാരത്തിൽ വന്നാൽ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയറ്റം വളരെ സ്ലോവിലായിരിക്കും, പക്ഷേ സ്ട്രോങ് ആയിരിക്കും. മറ്റുള്ളവരെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കയറി കൂടുമ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ആശയം ഉള്ളിലുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അവർക്കൊരിക്കലും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ പറ്റില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി 1000 രൂപ പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ 10 രൂപ 50 രൂപ 100 രൂപ ഞാൻ സ്കാനർ തരാം, നിങ്ങൾ 10 രൂപ ഇട്ടോളൂ, നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാതെ നിങ്ങളത് തരും. ഞാൻ സ്കാനർ വളരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ 2 ലക്ഷം രൂപയുടെ താഴെ, ഞാൻ 1 ലക്ഷമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ പലരും പറഞ്ഞു ആളുകൾക്ക് കാണാൻ കുറച്ച് ഫ്ലെക്സ് പിന്നെ കുറച്ച് വാഹന പ്രചരണം വേണമെന്ന്. എന്നെ അറിയാം ജനങ്ങൾക്ക്. വലക്കാവ് ക്വാറി സമരത്തിന് വേണ്ടി മന്ത്രി സുനിൽകുമാറിന്റെ 3ാം നിലയുടെ മുകളിൽ കയറിയെന്നു. കർഷകർക്ക് അവിടെ വെള്ളം കിട്ടുന്നില്ല. ക്വാറിക്കാരും ക്രഷറുകാരും 40 അടി താഴ്ചയിൽ കുഴിച്ചുകൊണ്ട് കർഷകരുടെ വെള്ളം മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് കർഷകർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാതായപ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ വന്നപ്പോൾ മന്ത്രി സുനിൽകുമാർ അതിൻ്റെ അകത്തിട്ട് പൂട്ടിപ്പോയിക്കോളൂ, പുറത്തൊരു മനുഷ്യജീവി അറിയരുതെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ നിലപാടെടുത്ത ആളാണ്. സാറ ടീച്ചറോട് പറഞ്ഞു, സാറ ടീച്ചർ എങ്ങനെയെങ്കിലും ഒരു മീഡിയനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന്. ഞാൻ നേരെ 3ാം നിലയുടെ മുകളിൽ കയറി. ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ 9 പേര് കുട്ടികളടക്കം കരഞ്ഞുകൊണ്ട് മുകളിൽ കയറി ഞാൻ നിന്ന് ഒറ്റക്കട്ടേമേ പറ്റമ കയറി നിന്ന് ഒരു കാറ്റടിച്ചാൽ താഴെ വീഴും. ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതാണോ? ആണ്, തീർച്ചയായിട്ടും. കാരണം അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കർഷകർ മുഴുവൻ കൂട്ടാത്മഹത്യ ചെയ്യണം. അതിലും നല്ലത് കർഷക മന്ത്രിയുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നതല്ലേ. അതാണ് എൻ്റെ നിലപാട്, വേറെ ഒന്നുകൊണ്ടുമല്ല. ആ കർഷകർക്ക് നീതി കിട്ടണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വെച്ച് ഒരു മനുഷ്യജീവികൾ അറിയരുത്. ഇത്രയും പേരെ 49 സ്ത്രീകളും 18 കുട്ടികളും ഓഫീസിനകത്തിട്ടിട്ട് പൂട്ടിപ്പോയപ്പോൾ അവര് പൂട്ടും മുമ്പേ തന്നെ ഞാൻ
ലൈവ് വീഡിയോ ഇട്ടു. ആ വീഡിയോയില് ഇവിടെയുള്ള ഒരു പേനയോ പെൻസിലോ പോലും ഞങ്ങൾ ആരും എടുക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല, ഞങ്ങൾ എവിടെ ഇട്ടതേ പൂട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ ലൈവ് വീഡിയോ ഇടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും അന്ന് മുഴുവൻ ഞങ്ങൾ അവിടെ ഇരിക്കേണ്ടി വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ടെറസിന്റെ മുകളിലേക്ക് കയറി പോകുന്നത്. 3-ാം നിലയുടെ മുകളിൽ കയറി പാരപ്പറ്റിന്റെ മുകളിൽ നിന്ന് 3 ഫയർഫോഴ്സ്, വലിയ വണ്ടി, 18 ആംബുലൻസ്, ഞങ്ങൾ ചാടി വീണാൽ ഞങ്ങളുടെ ഡെഡ് ബോഡി കൊണ്ടുപോവാൻ. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ കൂടെയല്ല, കർഷകരുടെ കൂടെയല്ല, അതൊരു സത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവരൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ, കേരളത്തിൽ കന്യാകുമാരി തൊട്ട് അല്ലെ പാറശാല തൊട്ട് കാസർഗോഡ് വരെ ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. ഇവിടെ LDFന്റെ ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പരസ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല, ഒരു സ്ഥലത്ത് തന്നെ 2-3 ബോർഡുകൾ വെക്കുന്ന, അത് എന്താണ് അതിന്റെ? ഒരു സ്ഥലത്ത് 2-3 ഒന്നും അല്ല. സോഴ്സ് കോർപ്പറേറ്റുകൾ ഇഷ്ടം പോലെ കൊടുക്കും. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന പാർട്ടികളാ. ഇനിയിപ്പോ ഈ ഇടത് മാറി വലത് വന്നു എന്ന് വെച്ചോ, അവരും ഈ ഇതേ സംവിധാനം തന്നെയാ. നിങ്ങൾക്ക് എന്ന് അധികാരത്തിലേക്ക് വരാൻ പറ്റും? ഞാൻ പറയട്ടെ, ഷീല ദീക്ഷിത് ഡൽഹിയിലെ കേജ്രിവാൾ ആം ആദ്മി പാർട്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഞങ്ങളറിയില്ല, കേജ്രിവാളിനെ അറിയില്ല, ആം ആദ്മി പാർട്ടിയെ അറിയില്ല, അതൊക്കെ അങ്ങനെ പലവരും വരും. ഇവിടെ അതൊന്നൊരു, അവിടെ 28 സീറ്റോടുകൂടി ഈ കോൺഗ്രസുമായി കൂട്ടുമന്ത്രിസഭയിൽ ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയായ ആളാണ് കേജ്രിവാൾ. വെറും 1 വർഷം കൊണ്ടുള്ള സംവിധാനമാണത്. അത് കഴിഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ കേജ്രിവാൾ അവരുടെ നിർദ്ദേശങ്ങളിൽ കേജ്രിവാളിന് വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ 49ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്നും പാലിക്കാൻ പറ്റാത്തത് ഞാൻ പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് 49ാമത്തെ ദിവസം രാജിവെച്ച് ഇറങ്ങിപ്പോന്ന അന്ന് വരെ എനിക്കൊരു രാഷ്ട്രീയമില്ലായിരുന്നു. കേജ്രിവാളിൻ്റെ ഒപ്പം പരിവർത്തൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയായപ്പം യാതൊരു താല്പര്യമില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വഴി തെറ്റിയതുപോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വഴി തെറ്റാൻ സാധ്യതയുണ്ടെന്ന് കരുതി മുന്നോട്ട് മാറി നിന്ന ആളാണ്. പക്ഷേ 49ാം ദിവസം അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോന്ന നിമിഷം മുതൽ അന്ന് കയറ്റിയതാണ് എൻ്റെ നെഞ്ചിലെ ശ്രീ അരവിന്ദ് കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിലിട്ട് അടച്ചിരുന്നു. ഈ ഞങ്ങളുടെ തലമൂത്ത 5 നേതാക്കൾ അവർ ജയിലിലുണ്ടായി. 2.5 കൊല്ലം മുതൽ 6 മാസം വരെ ഈ 5 നേതാക്കളെയും ജയിലിലിട്ടു. ഇന്ന് കോടതി പറഞ്ഞത് ഒരു വിചാരണ നടത്താൻ പോലുമുള്ള സാക്ഷികളോ തെളിവുകളോ ഇല്ലാത്ത ഈ കേസിൻ്റെ പേരിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന നേതാക്കളെ കൊണ്ടുവന്ന് ജയിലിലിട്ടിട്ട് ഇനിയും അവരെ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ 2.5 കൊല്ലം വരെ സമയം തന്നു. എന്നിട്ടും EDക്കും CBIക്കും രാജ്യം ഭരിക്കുന്ന BJPക്കും ഒന്നും ഒരു തുമ്പോ തുരുമ്പോ കൊണ്ടുകൊടുക്കാൻ പറ്റിയില്ല. 1000-ലേറെ റെയ്ഡുകൾ നടത്തി, ഒന്നും കിട്ടിയില്ല. 1 രൂപ, ഒരു ചെക്ക് ലീഫ്, ഒരു ഫയല് ഒന്നും അവർക്ക് കിട്ടിയില്ല. ഒരു തെളിവോ സാക്ഷികളോ ഒന്നും പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ എന്തിനു ജയിലിൽ വെച്ചു? ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഒരു നല്ല പ്രതിപക്ഷമില്ല. നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് ഈ പാർട്ടി തിരഞ്ഞെടുത്തു എന്ന്. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. അവരുടെ കഴിവുകേടാണ് ഇന്ന് BJP 12 വർഷം ഇന്ത്യ ഭരിച്ചത്. അവർക്ക് നേതാക്കൾ ഉണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഉള്ള നേതാക്കളെ അവർ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കില്ല. അവർ ഈ മറ്റേ ഞണ്ടിൻ്റെ പോലെയാണ്, പിടിച്ചു വലിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കും. കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കില്ല. എല്ലാ പാർട്ടിയിലും ഉണ്ട്, പക്ഷെ താരതമ്യേന കോൺഗ്രസിലാണ് കൂടുതൽ. കോൺഗ്രസിന് ഒരു ബാധ്യതയുണ്ട് ഈ ലോകത്തോട്, ഇന്ത്യയോട്. അത് അവർക്ക് ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പരിപാലിക്കാൻ കേന്ദ്രത്തിലും സാധിക്കുന്നില്ല, കേരളത്തിലും സാധിക്കുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷം കുറച്ചൊക്കെ സജീവമായിരുന്നില്ലേ VD സതീശൻ വന്നതിന് ശേഷം? കുറച്ചൊക്കെ സജീവമായാൽ മതിയോ? നമുക്ക് ഇത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണം വന്നിട്ട് അതിനെതിരെ നിങ്ങൾക്കറിയാം, ശക്തമായൊരു പ്രതിഷേധം നിർമ്മിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുമ്പം, ഞാൻ പറയുന്ന അൺപാർലമെന്ററി വാക്കാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, തലസ്ഥാനത്ത് തൂറി നിറച്ചവരാണ് ഇവര്, നിയമസഭയിൽ അഴിഞ്ഞാടിയവരാണ് ഇവര്. പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഭരണപക്ഷത്തെ കോൺഗ്രസ് ആയിരുന്നപ്പോൾ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവരെ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതിഷേധിച്ചിരുന്നു. ഇവർക്ക് ആവശ്യത്തിന് പോലും ഒന്ന് പ്രതിഷേധിക്കാൻ ഇവരെ കൊണ്ട് കൽപ്പുണ്ടോ? ക്ഷേത്രത്തിന്റെ കൊള്ളയിൽ വേണ്ടത്ര ഇനിഷ്യേറ്റീവ് എടുത്തോ ഇവര്? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളൊരു ന്യൂസ് ചാനലുകാരല്ലേ?
നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? വേണ്ടത്ര എന്തെങ്കിലും ഒരു പ്രതിഷേധം, ഒരു ആളുകൾക്ക് കാണാൻ പറ്റിയ വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രതിഷേധം കാട്ടിയത് നിങ്ങൾ കണ്ടോ? എന്നാൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റി അതിനുശേഷം ഇവരിവിടെ എന്തൊക്കെ പരിപാടികൾ നടത്തി. ഇനി ഒന്നും വേണ്ട, ഭക്തജനങ്ങളെ, സ്ത്രീകളെ, കന്യാസ്ത്രീകൾ വരെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ചങ്ങല തീർത്തു. ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് ഈ പകൽക്കൊള്ളയ്ക്ക്, ഈ കാട്ടുകൊള്ളയ്ക്ക് എതിരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? LDF ഇറങ്ങി UDF കയറിയാൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. BJP കുഴൽപ്പണം കടത്തി, എന്നിട്ട് BJPക്കെതിരെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് കുഴൽപ്പണത്തിന്റെ പകുതി കൊടുത്ത് തീർത്തോ? പകുതിയാണോ അത് മുഴുവനും കൊടുത്തോ, കൂടുതൽ കൊടുത്തോ? കാരണം കേസ് മാറ്റാം. അല്ല, ഇനി ഒന്നും കൊടുക്കാതെ തന്നെ ഇവരുടെ കുറേ കേസുകളുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ തീർന്നില്ലേ? ഇപ്പോൾ ലാവ്ലിൻ കേസ് നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ല, ഒരു കേസ് ഇത്രയും തവണ മാറ്റിവെച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ TP കൊലക്കേസിലെ കുഞ്ഞനന്ദൻ, നമുക്ക് കേട്ടുകേൾവിയില്ല. ഒരു ക്രിമിനലിന്, ഒരു കൊലയാളിക്ക് ഇത്രയും തവണ പരോൾ അനുവദിക്കുന്നത് നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ല. ഇന്ന് എന്താണ് രാജ്യത്ത് നടക്കുന്നത്? വാളയാറ് പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്തത് അവിടെ ഈ തെക്ക ഗോപുരനടയിൽ വെച്ചിട്ട്. എനിക്കിനി മുടി വേണ്ട. ഒരു വനിതയായതുകൊണ്ടല്ലേ ഇത്തരം ഈ കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞു മക്കൾക്ക് അവർക്ക് അവരുടെ പോലീസ് സർജൻ വ്യക്തമായി മലദ്വാരം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മലദ്വാരത്തിൽ ഉണങ്ങിയതും പഴുത്തതുമായ മുറിവുകളടക്കം നമുക്കൊക്കെ അറിയാം നമ്മുടെ മലദ്വാരത്തിന് എന്ത് വലിപ്പമുണ്ടെന്ന്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ മലദ്വാരം ഫോട്ടോ എടുത്ത് വെച്ചു. ഇത്രയും വലിയ റിപ്പോർട്ട് എഴുതിയിട്ടും 360 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറ് കെട്ട അവർക്ക് എങ്ങനെ പറ്റി? ഒരു മേശയില്ല, ഒരു കസേരയില്ല, ഒരു കോണിയില്ല. ആ കുഞ്ഞുങ്ങൾ എങ്ങനെ തൂങ്ങി? പറന്നു പോയി തൂങ്ങിയോ? അവരെ തൂക്കിയിട്ടതാണെന്ന് ഏത് കണ്ണുപൊട്ടന്മാർക്ക് മനസ്സിലാവും. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയോ? അവരുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ മാറ്റി കളഞ്ഞേക്ക്. 2 പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, 9ഉം 13ഉം വയസ്സായ. ഞാനൊരു അമ്മയാണ്, ദണ്ണമുണ്ട്. ഞാൻ ഇവിടെ വെച്ചാണ് ഒരു പെണ്ണായതിൻ്റെ പേരിൽ ശിശു സംരക്ഷണ വകുപ്പോ വനിതാ കമ്മീഷനോ ഒരക്ഷരം മിണ്ടില്ല. കാരണം ഇന്ന് ഭരിക്കുന്ന ഈ ദുഷ്ടശക്തികളുടെ കൂടെയാണ്, അവരുടെ സപ്പോർട്ടേഴ്സാണ്, അവർക്ക് അനുകൂലമാണ്. അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അനങ്ങാൻ പറ്റില്ല. പോലീസ് എല്ലാം ക്രിമിനലുകളാണ്. ജോലിക്കിരിക്കുന്നവരും വനിതാ കമ്മീഷനിലിരിക്കുന്നവരും ശിശു സംരക്ഷണ വകുപ്പിലിരിക്കുക. അതിൻ്റെ അത് കേസന്വേഷിച്ച സാജൻ പോലീസല്ലേ പിന്നീട് ആ ശിശു സംരക്ഷണ വകുപ്പിൻ്റെ തലപ്പത്തേക്ക് വന്നത്? അയാൾക്ക് പ്രമോഷൻ കൊടുത്തില്ലേ? എന്തുകൊണ്ട്? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എവിടെയാണ് നീതി? സ്ത്രീകൾക്ക് എവിടെയാണ് നീതി? ഒരു സ്ത്രീകൾക്ക് ഒരു ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം എവിടെ ഉണ്ടോ? ഓരോ ബസ് സ്റ്റോപ്പിൻ്റെയും കോർണറിൽ ഒരു കുഞ്ഞ് ശൗചാലയം പണിയാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? ഒരു സ്ത്രീയുടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ബ്രേസിയറിൻ്റെ മറ്റൊരു ഹുക്ക് കഴിഞ്ഞു എന്ന് വെച്ചോ, അവർക്ക് അതിനൊന്ന് കയറി നിന്നൊന്ന് ചെയ്യാൻ ശ്വാസം ഇടാൻ പറ്റില്ല. പല ടോയ്ലറ്റുകളും, ഈ KSRTCയുടെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല. ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വല്ലാത്തൊരവസ്ഥയാണ്. ഇതുപോലെ സർവത്ര നമ്മുടെ കയ്യിൽ നിന്ന് നികുതിയും പണവും എല്ലാം വാങ്ങിക്കുന്നുണ്ട്. 15 വർഷത്തെ റോഡ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. നമുക്കിവിടെ മാന്യമായി യാത്ര ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു, ഞാനിവിടെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ എല്ലാ പാർട്ടികളെയും വെല്ലുവിളിച്ചു. 5 കിലോമീറ്റർ ഒരു കുഴി പോലും ഇല്ലാത്ത ഒരു റോഡ് ഈ കോർപ്പറേഷൻ പരിധിയിൽ 56 ഡിവിഷൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാട്ടിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, വികസനമാണ് മൊത്തം. പക്ഷേ മഴക്കുഴി ഇല്ലാത്ത അവർ പറയുന്നത് ധാരാളം സ്കൂളുകളെ ഹൈടെക് ആക്കി, സാധാരണക്കാരന് പഠിക്കാവുന്ന പ്രൈവറ്റ് സ്കൂളുകളെക്കാട്ടിൽ മെച്ചപ്പെടുത്തി, ധാരാളം റോഡുകൾ പണിഞ്ഞു, പാലങ്ങൾ പണിഞ്ഞു. അങ്ങനെ ധാരാളം പണം അവർ കടമെടുത്തിട്ടായാലും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ അവകാശം. കടമെടുത്തിട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അതൊന്നും ജനങ്ങളെ സേവിക്കാനും വികസനത്തിനും വേണ്ടിയല്ല. വികസനം എന്ന പേര് പറഞ്ഞ് പറ്റിക്കാനും അവർക്ക് അതിൻ്റെ കമ്മീഷൻ അടിക്കാനും. ഇവിടെ ഈ ടൗൺ ഹാളുണ്ട്, 3 കോടി രൂപയാണ് അതിന് ചിലവാക്കിയത്. നിങ്ങൾ ആ ടൗൺ ഹാള് നാളെ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നാളെ വരൂ, ഞാൻ 8 മണിക്ക് വരാം, ആ ടൗൺ ഹാള് കാട്ടിത്തരാം. 3 കോടി രൂപ ചിലവാക്കി. എന്നാൽ 15 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ട് ഇത്രത്തോളം തന്നെ വലിപ്പമുള്ള ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇതിനേക്കാളും വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിൻ്റെ അളവിൽ. ആ സാധനം 15 ലക്ഷത്തിന് 15 കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയിലാണ് പെയിൻ്റ് അടിച്ചിരിക്കണേ. ഇത് പെയിൻ്റ് അടിച്ചത് നിങ്ങൾ വന്ന് കണ്ട്, വാതിൽമ വരെ വെള്ള കുമ്മായാണ് അടിച്ചിരിക്കണേ. അതുമ്മേ ചാരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ തൊടുമ്പോൾ മുഴുവൻ പോയി ആ വാതിലുകളൊക്കെ കാണണം. ഈ അടുത്ത് ഈ കോർപ്പറേഷൻ അധികാരികൾ, മേയർ തൊട്ട് ഇടതും വലതും BJP എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാവരും കട്ടുമുടിക്കുകയാണ്. എന്താ? തീർച്ചയായിട്ടും ഈ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി വെക്കുന്നത് പോലെ, മാറ്റി വെക്കുന്നത് പോലെ, ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് പോലെ, കളവുകൾ പിടിക്കാത്തത് പോലെ, ഈ
ഗുരുവായൂര് അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരെയും ഒരേ പറയാൻ പറ്റില്ല. കേരളത്തിന്റെ കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ മൂന്നാല് പേരുടെ പേര് നമ്മൾ മുന്നോട്ട് വെക്കാൻ പറ്റും. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, കെ. മുരളീധരൻ. ഇവരിൽ ആരായിരിക്കും കുറച്ചൊക്കെ ഭേദമായിട്ട് തോന്നാം സാധ്യത? തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാനല്ലേ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നത്? അപ്പോൾ അതിലാര് വേണമെങ്കിലും ആവാം. പ്രത്യേകിച്ച് ഇപ്പം സതീശനൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നിൽക്കുന്നത്. സാധ്യത കൂടുതൽ അദ്ദേഹത്തിനാണ്. കെ. മുരളീധരനും പത്മജി ഒന്നും ഇനി ഒരു കാരണവശാലും തൃശ്ശൂരിൻ്റെ ഈ സാധ്യതകളിലോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സാധ്യതകളിലൊന്നും ഒരു അവസാന വാക്കായിട്ടാണ് തോന്നുന്നത്. അച്ഛൻ മിടുക്കനായിരുന്നു. അച്ഛൻ തൃശ്ശൂരെ കോൺഗ്രസിന്റെ കൊടിനാട്ടിയ ആളാണ്. അദ്ദേഹം എത്ര കട്ടാലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. അദ്ദേഹം ജനങ്ങളുമായിട്ട് വളരെ നല്ല സമ്പർക്കം ഉണ്ടായിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞു. കോൺഗ്രസിന്റെ കഴിഞ്ഞ അഭിമുഖത്തിലൊക്കെ മുഖ്യമന്ത്രി വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. കയറി വാടാ മക്കളെ എന്നുള്ള മനോഭാവമാണ് ഇപ്പൊ എനിക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ വൈറൽ വീഡിയോ ഒന്നും കണ്ടില്ലേ? വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നോ വീട്ടിൽ പോയി ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഈ അട്ടയെ പിടിച്ച് മെത്തേ കെടുത്തിയാലും ഒന്നും നടക്കില്ല. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം, അഹങ്കാരം, ധിക്കാരം. ചിരിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി നല്ല മുഖ്യമന്ത്രി ആകത്തുള്ളൂ. അത് ചിരിക്കണമെങ്കിൽ ഒന്നും മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വമ്പൻ കേസുകൾ ആളുടെ പേരിൽ വരണം. അപ്പോഴാണ് ചോദ്യങ്ങൾക്ക് ചിരിക്കുക. മറുപടിയില്ല. അതുകൊണ്ട് ആളൊന്ന് ചിരിച്ചിട്ടുണ്ട് 2 തവണ. അതല്ലാതെ മുഖ്യമന്ത്രിനെ നമ്മളാരും ചിരിച്ച് കണ്ടിട്ടില്ല, ചിരിച്ച് കാണേയില്ല. അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം ഇതാളുടെ മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇതുകൊണ്ട് LDF ഇനി വരത്തില്ല എന്ന് തീർച്ചയായിട്ടും റാണിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ നിഗമനത്തിൽ വരികയാണെങ്കിൽ അതോടുകൂടി കലാശക്കൊട്ടായിരിക്കും. ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആം ആദ്മി പാർട്ടി ഒരു പാർട്ടിക്ക് വളർന്നു വരാനുള്ളൊരു കരുത്ത് വരത്തില്ലേ? ഞങ്ങൾ വളർന്നാലും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്ക് ഇപ്പം പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഞാനതൊരു വലിയ വീമ്പ് പറച്ചിലായിരിക്കും. 3 പഞ്ചായത്ത് മെമ്പർമാർ നിങ്ങളുടേതായിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ട്. അപ്പോൾ അത് 30 ആക്കാൻ അടുത്ത പ്രാവശ്യം കഴിയില്ലേ? തീർച്ചയായിട്ടും. അടുത്ത പ്രാവശ്യം ഒരു MLA എങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അടുത്ത തവണയല്ല, ഞങ്ങൾ ഇത്തവണ തന്നെ 2 or 3 പേർക്ക് സാധ്യതയുണ്ടോ എന്നാണ് നോക്കുന്നത്. അഥവാ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിൽ സെക്കൻഡറി എങ്കിലും വരാനായിട്ട് ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കും. അത് മറ്റൊന്നിനും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ 3 പേര് നമുക്കറിയാവുന്ന 3 വ്യക്തികൾ ഇലക്ഷൻ നിൽക്കുന്നു ചോദിച്ചു. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഇതിലാരാണ് ജയിക്കാൻ സാധ്യത? അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, അവൻ്റെ കുറച്ച് ബന്ധക്കാരുണ്ട്, അവൻ ജയിക്കാനുള്ള സാധ്യത. എന്നാൽ ഇവർ 2 പേരും ഒരാൾക്ക് കൊടുക്കാവുന്നതാണ് ജനങ്ങൾ വെക്കുന്നത്. അതാണ് നിങ്ങളുടെ പരാജയവും. മൂന്നാമത് ഒരാൾക്ക് ആരുമില്ല, അവന് വോട്ട് കൊടുത്താലും ജയിക്കത്തില്ല. പിന്നെ എന്തിനാണ് എൻ്റെ വോട്ട് കളയുന്നത്? ഈ ചിന്ത കൊണ്ടാണോ നിങ്ങൾ വളരെ? ഈ ചിന്ത എനിക്ക് കഴിഞ്ഞ തവണ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ജയിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക്. ഇതാണ് ഇവിടുത്തെ കണക്ക്. നമ്മുടെ മുഖ്യമന്ത്രി ഓക്കെയാണോ? നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പം പിന്നെ വയനാടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി വയനാട് ദുരന്തം ആൾക്കാരുടെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിദരിദ്രമില്ലാത്ത നാടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം നടന്നിട്ടുണ്ടെന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയാം, നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല മുഖ്യമന്ത്രി എന്നുള്ള പേര് ഒരു ചിരി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കാൻ പാടുണ്ടോ? ചിരിയില്ലാത്തതിൻ്റെ പിന്നിൽ ഒരുപാട് എന്താ പറയുക ദുരൂഹതകളുണ്ട്. അതുകൊണ്ടാണ് ആ ചിരി വരാത്തത്. ഞാൻ വലിയ ആശങ്കയിലും വേവലാതിയിലും കള്ളത്തരങ്ങൾ കാട്ടി എവിടെ നിന്ന് എന്ത് ചോദ്യം എന്നുള്ള ആശങ്കപ്പെടുമ്പോൾ ഒരിക്കലും എനിക്കിതുപോലെ ചിരിച്ചിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഒരാളുങ്കലിനെ ഇദ്ദേഹത്തിന്റെ ഫണ്ടിൽ 57,000 രൂപയുള്ളൂ. സ്വന്തമായിട്ട് കാറില്ല. അതിപ്പോൾ ഈ ഗൾഫിൽ പോകുന്നതൊന്നും ഇവിടേക്ക് വിപണികൾ കൊണ്ടുവരാനോ ഇവിടേക്ക് സമ്പാദ്യങ്ങൾ കൊണ്ടുവരാനോ ഒന്നുമല്ല. ഈ വിദേശത്ത് പോയിട്ട് അതൊക്കെ എന്തോരം 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് കോടികളിവിടെ കൊണ്ടുവന്നു. നിക്ഷേപം കൊണ്ടുവന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ പോയ ഈ ഗൾഫ് നാടുകളിൽ ഈ കറങ്ങിയത് മുഴുവൻ ഭാര്യ, മകള്, പേരക്കുട്ടി ഇവരൊക്കെ ആയിട്ട് ഈ കറങ്ങിയതിൻ്റെ പിന്നിലെ ദുരൂഹത എന്താ? നിക്ഷേപം അവിടെയായിരിക്കും. ഇവിടെ നിക്ഷേപമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വിദേശത്ത് നിക്ഷേപമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
ബിനാമികളില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള പൈസയുടെ കണക്ക് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇനി ഭാര്യയുടെ അക്കൗണ്ടിൽ അവർക്ക് പെൻഷൻ കിട്ടിയത് ഒക്കെ കൂടി എക്സാലോജിക്ക് തുടങ്ങി. എക്സാലോജിക്കിൽ പിന്നെ വന്ന പൈസയുടെ കണക്ക് ചോദിച്ചാൽ അതിന് ഇല്ല. അത് കരിമണൽ കർത്തയുടെ ഡെപ്പോസിറ്റിനൊന്നും ഇവിടെ കണക്കില്ല. ED മകനെതിരെ ഇത് വന്നത് അതും ഗായബായി. അത് മാജിക്കാണ് എല്ലാം. പക്ഷെ അവർ എതിർപക്ഷമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ ഈ EDയും അവരെല്ലാം കൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ല. നിങ്ങളുടെ ആം ആദ്മി പാർട്ടിക്കാരനെ അകത്തിട്ട അവർക്ക് ഞാനിത് ലിങ്ക് ചെയ്താൽ ഇച്ചിരി സമയമെടുക്കും. പക്ഷേ എത്ര പെട്ടെന്ന് പറഞ്ഞാലും കേജ്രിവാളും കൂട്ടരും ജയിലിൽ കിടന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ EDനെയും CBIനെയും കേന്ദ്രത്തിനെയും ഭയമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അവർ പറയുന്നിടത്തും അവർ വരയ്ക്കുന്നിടത്തും ചെല്ലില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് വഴങ്ങില്ലാത്തത് കൊണ്ടാണ്. നട്ടല് വളക്കില്ലാത്തത് കൊണ്ടാണ്. ജനങ്ങളെ വഞ്ചിക്കില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇവർ ജനങ്ങളെ വഞ്ചിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയുള്ളത് കൊണ്ട് നിന്റെ ലാവ്ലിൻ കേസ് മറയ്ക്കാം, ഞങ്ങളുടെ കുഴൽപ്പണം മറക്കണം. ചെയ്യണ്ടേ? ചെയ്തേ പറ്റുള്ളൂ. ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ലാവ്ലിൻ കേസും പുറത്തു വരും, കുഴൽപ്പണ കേസും പുറത്തു വരും. ഇനി ശബരിമല കേസ്, ശബരിമലയിലെ സ്വർണം പോയി. ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയാനും നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം മിണ്ടുന്നില്ല? മറിച്ച് ഇടതുപക്ഷമായിരുന്നു പ്രതിപക്ഷത്തു നിന്നുണ്ടെങ്കിൽ ഇന്നിവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായേനെ. അവരാ ശബരിമല ഇവിടെ എടുത്ത് മറച്ചു വെച്ചേ. പ്രതിപക്ഷം അതാണ് ഈ ഭരണത്തിന്റെ പരാജയം. പ്രതിപക്ഷം നല്ലതാണെങ്കിൽ ഭരണം കുറേയും കൂടി നല്ലതാക്കാൻ പറ്റുമായിരുന്നു. പ്രതിപക്ഷം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഭരണം ഇത്രമാത്രം മതം പതിച്ചു പോയത്. രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അപ്പൊ ഇതാര് വന്നാലും അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ പ്രതിപക്ഷം ഇല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നില ഉയർന്നു വന്നേനെ. ഇതിപ്പോ ഈ പ്രതിപക്ഷത്തിൽ ഇന്നും അണികൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തവരാ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം അണികൾ ഇന്നും അവിടെ ഉണ്ട്. അവർക്ക് ഈ കോൺഗ്രസ് എന്ത് അഴിമതി കാണിച്ചാലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ അടിമകളാണ്, ഞങ്ങൾ ഇതിൽ നിന്നും മാറില്ല. കോൺഗ്രസ് എന്ത് കഴിവുകേട് കാണിച്ചാലും അതിലേത് മാങ്കൂട്ടത്തിൽ വന്നാലും ഏത് അഴിമതികൾ പീഡനങ്ങൾ നടന്നാലും ഒക്കെ കണ്ണടയ്ക്കാൻ പ്രാപ്തിയുള്ളവരാണ് അവിടെ. ഞാനിപ്പം ഈ വിഷയത്തിലേക്ക് നമുക്ക് അധികം പോയാൽ നടക്കില്ല. നമ്മുടെ വിഷയത്തേക്ക് നിങ്ങളിവിടെ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്? ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അഴിമതി ഉണ്ടാവില്ല. അഴിമതി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ എന്ന് പറയും. അഴിമതി ഇല്ലാതെ അയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺ ഹാള് 3 കോടി വേണ്ടി വരില്ല, ഒരു 30 ലക്ഷത്തിൽ ഒതുങ്ങിയ ബാക്കി പൈസ ഖജനാവിൽ കിടന്നേനെ, കോർപ്പറേഷൻ്റെ ഇതിൽ നിന്നേനെ. ഇവിടെ ഇപ്പം നിങ്ങൾ കുപ്പികൾ കാണും, കുപ്പികളിൽ ബോട്ടിലുകളിൽ അവിടെ ജൈവ മാലിന്യം, അജൈവ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം, ഇത് ഓരോ സാധനങ്ങൾക്കും തരം തിരിച്ചുള്ള സംവിധാനങ്ങൾ മുമ്പ് കൂടി ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ മുന്നിലും ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇടയ്ക്ക് വരും, പിന്നെ പോവും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി പോയി. പാർക്കുകളിലായിക്കോട്ടെ എല്ലായിടത്തും നല്ലൊരു ശൗചാലയമില്ല. ഓരോ ബസ് സ്റ്റോപ്പുകൾ പണിയുന്നതിലും വൻ അഴിമതിയാണ്. 15 ലക്ഷം 20 ലക്ഷം ഒന്നും ഒരു ബസ് സ്റ്റോപ്പിന് വേണ്ട. ഇതുപോലുള്ള വിളക്കുകൾക്ക് ഇതിൽ അടങ്കൽ തുക എഴുതിയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് 5,43,576 രൂപ എസ്റ്റിമേറ്റ് അല്ലേ? ഇത് നിങ്ങളൊരു ഇവിടെ ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് നിങ്ങളിവിടെ ഒരു ഇത് കൊടുത്തു നോക്കിയേ, കൊട്ടേഷൻ. ആ കൊട്ടേഷൻ കൊടുത്താൽ ഇത് 4-ലേക്കും 3-ലേക്കും 2.5-ലേക്കും ഒക്കെ വരും. മനസ്സിലായോ? ഇതില്ല. ഇപ്പോൾ ഊരാളുങ്കലിന് കൊടുക്കുന്നത് പോലെ 20 ലക്ഷത്തിന് കൊടുത്തതുപോലെ തന്നെ ഇത് എല്ലാ ആൾക്കാർക്കും സ്വജനപക്ഷപാതം എല്ലാ അർത്ഥത്തിലും ലംഘനമാണ്. അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം എവിടെയാണ്? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്രയും കുട്ടികൾ അവിടെ കിടന്നത് എന്തിനാ? ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ അത് അത്രയും കുട്ടികൾ കിടക്കില്ലായിരുന്നു. ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും സ്ത്രീകൾ, നമ്മുടെ ആശാവർക്കർമാർ, നമ്മുടെ കൊറോണ സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളുടെ ഒരുപാട് ജീവനുകളെ രക്ഷപ്പെടുത്തിയത്, അന്ന് ഓടി നടന്ന് പണിയെടുത്തവർ അവരുടെ കയ്യും മെയ്യും മറന്ന് ആരോഗ്യം മറന്ന് എല്ലാം ഭേദിച്ചുകൊണ്ട് അവർ പണിയെടുത്തിട്ട് അവർക്ക് ഇന്നും എത്രയാണ് കൂലി? നഴ്സുമാർ സമരം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സമരം ചെയ്യേണ്ടി വരുന്നു? അവർക്ക് 40,000 കിട്ടാൻ വേണ്ടി. അത് ആവശ്യമാണ്.
പക്ഷേ ആ 40,000 പോരാന്നുള്ള അഭിപ്രായക്കാരി ഞാൻ. പക്ഷേ അതിനേക്കാളും 40,000 കിട്ടുമ്പോൾ അവർക്കൊരു ദിവസം എത്രയുണ്ട്? ഈ ആശാവർക്കർമാർക്ക് എത്രയുണ്ട്? ആ ആശാവർക്കർമാരുടെ അടുത്ത് തിരുവനന്തപുരത്ത് ഞാൻ ചെന്നപ്പം അവിടെ വേറെ ചില കാഴ്ചകൾ കണ്ടു. ഉരുട്ടിക്കൊന്ന പയ്യൻ്റെ ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. 8-9 കൊല്ലോ എത്രയോ ആയി അവിടെ കിടക്കുന്നു. എന്തെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ജോലി കിട്ടാത്തതിന്റെ പേരില്ല. അതിന്റെ നേരെ PSC എന്തിനാണ് കേരളത്തിലെ PSC പ്രകാരം 1ാം റാങ്ക് കിട്ടുന്ന 2ാം റാങ്ക് കിട്ടുന്ന 10, 15, 100 റാങ്കുകളിലുള്ള ഒറ്റ കുട്ടികൾക്കും ജോലിയില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും PSCയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുത്ത സംസ്ഥാനം കേരളമാണ്. പക്ഷേ 500ാം റാങ്കും 600ാം റാങ്കും 800ാം റാങ്കും ആണ്. 1, 2, 10, 15 റാങ്കുകാരെ എവിടെ പോയി? അവർ ജോലിയില്ലാതെ അവരുടെ സർട്ടിഫിക്കറ്റും വെച്ച് അവരവിടെ നിരാഹാരം കിടക്കുന്നു. അവരവിടെ ഈ ഇന്ന് വിളിക്കും നാളെ വിളിക്കും. അവരുടെ ഏജ് ഓവറാവാണ്. അവരുടെ ഡേറ്റ് കഴിയാണ്. ആ എക്സ്പയറി ഡേറ്റിന്റെ ഒരു ദിവസം മുമ്പ് പോലും കരഞ്ഞ് കാല് പിടിച്ചില്ലേ ഗവൺമെന്റിന്റെ? എന്തുകൊണ്ട് അവർക്ക് കൊടുത്തില്ല? അവര് PSC റാങ്കില് അവര് വളരെ ഏറ്റവും ഉയർന്ന റാങ്ക് നേടി ജോലിക്ക് കയറാൻ പ്രാപ്തരായ പിള്ളേരാ. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരിക്കലും ആ ജോലിയിൽ കയറാൻ പറ്റും. അവരുടെ ഏജ് ഓവറാവാണ്. അവര് സർട്ടിഫിക്കറ്റ് കീറി കത്തിച്ചിട്ട് അവര് വീട്ടിലേക്ക് പോണ്ടി വന്നില്ലേ? ഇപ്പം LDF-നെ ഇറക്കി UDF-നെ കയറ്റിയാലും ഈ അഴിമതിക്ക് കുറവുണ്ടാവില്ല. ഒരു കുറവില്ല. ഇപ്പൊ BJP വന്നാലും കാര്യമില്ല. ഇപ്പൊ UDF വരുമ്പോ എല്ലാവർക്കും ഓരോരുത്തരും ഓരോ വകുപ്പിന്റെ മുഖ്യമന്ത്രിമാരാവുക അല്ലേ? കാരണം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായം പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം ഓരോ മുഖ്യമന്ത്രിമാരാണ്, മന്ത്രിമാരല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതിനും ഭേദം LDF അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഒരെണ്ണം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഭേദമാരെന്നെങ്കിലും നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾക്ക് ഭേദം ആരാണെന്ന് പറയാൻ നമുക്ക് എന്താ പറയുക, നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നല്ല, നമ്മൾ ഇവരുടെയൊക്കെ ഈ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് ഒരു രാഷ്ട്രീയമില്ലാത്ത ആളാണ് ഞാനൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ട് വന്നിരിക്കേണ്ടി വരിക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒന്നും ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലും എനിക്കോ എന്നെ അറിയുന്നവർക്കോ ചിന്തിക്കാൻ പറ്റില്ല. നോട്ടയ്ക്ക് മാത്രം ഇട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാനൊക്കെ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് വന്നത് ഇവരുടെയൊക്കെ നെറികെട്ട രാഷ്ട്രീയം കൊണ്ടാണ്, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. യെസ്, അത് മാത്രമല്ല, ഉയർത്തിക്കാട്ടാനുള്ള പ്ലാറ്റ്ഫോം അല്ല. കേജ്രിവാൾ ഡൽഹിയിൽ എന്ത് ചെയ്തോ ഇംപ്ലിമെന്റ് ഡൽഹിയിൽ ചെയ്തിട്ടുള്ളതും കേരളത്തിൽ ചെയ്യാത്തതും ഒരു 10 പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ചികിത്സ. ഇവിടെ ധാരാളം ഹോസ്പിറ്റലുകൾ. അയ്യോ, ഇവിടെ ഇപ്പൊ ഇന്നലെ എൻ്റെ അമ്മേനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു സിവിൽ ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളെ. അവിടെ കൊണ്ടുപോയി ഞാനാണ് കിടക്കട്ടെ, അത് പോട്ടെ, ആ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ടെസ്റ്റ്, ഒരു അൾട്രാസൗണ്ട്, ഒരു സ്കാനിങ് എന്തെങ്കിലും പറഞ്ഞാൽ 2 മാസം 3 മാസം കഴിഞ്ഞാൽ ഡേറ്റ്. എൻ്റെ അമ്മയ്ക്ക് വയറ്റിൽ പിത്തസഞ്ചിയിൽ ക്യാൻസർ ആണോ എന്ന് നോക്കാനുള്ളതാ. ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി നോക്കിയല്ലേ പറ്റുള്ളൂ. ബയോപ്സിക്ക് വിട്ടു, ബാക്കി എല്ലാ ടെസ്റ്റുകൾക്കും വിട്ടു. ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിൽ ഞാൻ കൊറോണ സമയത്ത് ആദ്യമായി അവസാനമായി ഞാൻ ആകെ ഒരേ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. ആ കിടന്നത് ഡൽഹിയിലെ കൊറോണ കാലത്താണ്. അതിന് മുമ്പ് ഇവിടെ 2 കൊല്ലം മെഡിക്കൽ കോളേജിൽ ആങ്ങളയുടെ മോൻ കിടന്നു. അന്ന് വിത്രയ്ക്കൊപ്പം കണ്ണിക്കാല് വരെ തീട്ടത്തിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് പാത്രം കഴുകാനും ബാത്റൂമിൽ പോകാനും. മനസ്സിലായോ? അത് എത്ര ഹോസ്പിറ്റൽ വന്നാലും ക്ലീനിങ്ങിന് സ്റ്റാഫ് ശരിയല്ല. അവിടെ ഇത് കൊടുക്കാൻ, അതുപോലെ ഇവിടെ 5 രൂപയും 10 രൂപയും കൊടുക്കുക, അതൊരു കാർഡില്ല. അവിടെ 1 രൂപ പോലും മുടക്കണ്ട. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റുകൾ വേണമെങ്കിൽ, ഇനി അവിടുത്തെ മിഷൻ കേടായാൽ അവരുടെ ആംബുലൻസിൽ അവർ കൊണ്ടുപോയി സിറ്റി എക്സ്റേയിലും മറ്റുള്ളവർക്കും കൊണ്ടുപോയി നമ്മുടെ എല്ലാ സ്കാനിങ്ങും കഴിച്ച് നമ്മളവിടെ കൊണ്ടുവരും. എല്ലാ ടെസ്റ്റുകളും നടത്തി നമ്മളിവിടെ കൊണ്ടുവരും. അതിൻ്റെ പൈസ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. ആ, സ്കൂളുകൾ, സ്വിമ്മിംഗ് പൂൾ അടക്കം ഇവിടുത്തെ പോലെയുള്ള അവിടെ കുട്ടികൾ വളർന്നു വന്ന് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് ഒരു ഡിഗ്രിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിള്ളേർ വലിയ കമ്പനികൾ നടത്താനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിയിട്ടാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഭാഷ ഇവിടെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, MA. ആ ചേച്ചി പറയും, റാണി പറയണ പോലെ പോലും ഇംഗ്ലീഷോ ഹിന്ദിയോ പറയാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റില്ല എന്ന് ആ ചേച്ചിയുടെ ചേട്ടൻ കളിയാക്കി പറയും. വെറുതെ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സംവിധാനങ്ങൾ
ശരിയല്ലാത്തത് കൊണ്ടാണ്. ഡൽഹിയിൽ പഠിച്ചു വന്ന ഒരു കുട്ടീനെ നോക്കിക്കോളൂ, അവരുടെ ലാംഗ്വേജ് നോക്കിക്കോളൂ, അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മോൻ പോളണ്ടില്ല, അവൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് അവിടെയാണ് പഠിച്ചു വളർന്നത്. അവൻ എവിടെ പോയാലും അവൻ്റെ ലാംഗ്വേജ് ടോപ്പാണ്. എന്താ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി ഗവൺമെൻറ് ഞങ്ങൾക്ക് ഫ്രീ തന്നത്. പഞ്ചാബിലും ഞങ്ങൾക്ക് ഫ്രീ തരുന്നത്. ബസ്സിൽ കയറിയാൽ ഞങ്ങൾക്ക് അത് ഫ്രീ ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും, സ്റ്റുഡൻസിനൊന്നും പൈസ കൊടുക്കണ്ട. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അഴിമതി ഇല്ലാതായതിലൂടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഴിമതി ഇല്ല എന്നുള്ള എല്ലാവരും പറയുന്നതല്ലേ. പക്ഷെ അഴിമതി ഇല്ലാതായ ഷീലാ ദീക്ഷിതിൻ്റെ കാലത്ത് 950 കോടിക്ക് 3 മേൽപ്പാലങ്ങൾ പണിയാൻ വെച്ചു. അത് 550 കോടിക്ക് പണിതതിലൂടെ 350 കോടി അല്ല 325 കോടി അവിടെ സേവ് ചെയ്തു. ആ സേവ് ചെയ്തപ്പം നമുക്ക് എന്തുണ്ടായി? ആ 350 കോടിക്ക് 5 കൊല്ലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റി. ഇവിടെ 29, 30, 35 വാഹന വ്യൂഹത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി നടക്കുന്നത്. അവിടെ ഒരു ബീക്കൺ ലൈറ്റ് വെച്ചൊരു വാഹനം പോലും ഞങ്ങളുടെ ഒരു MLA-മാർക്കും MP-മാർക്കും മുഖ്യമന്ത്രിക്കൊന്നുമില്ല. ഇവിടെ ഇന്നോവ കാറുകളും ക്രിസ്റ്റയും മാറി മാറി വാങ്ങുന്ന ഈ അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്ത്, ഈ 3 കാര്യം മാറ്റി വെച്ചാൽ പിന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യും. ഇവിടെ വീണ ജോർജിനെ തന്നെ അവർ കൈകാര്യം ചെയ്തു, അതുപോലെ മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്താലും അതുകൊണ്ട് അത്രയും സംരക്ഷണം വേണ്ടേ? ഇവിടുത്തെ നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി അല്ലേ? ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണ് മാറ്റിയത്? കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നവർ ആരും വേണ്ടാവും. ഈ മനുഷ്യൻ കയറിയിരുന്നിട്ട് 10 തവണത്തെ ആഭ്യന്തരം നിങ്ങളൊന്നും നോക്കിക്കോ, ഒന്നും വേണ്ട. അതേ നമ്മുടെ തെക്കേ ഗോപുരം എന്നുണ്ടല്ലോ നമ്മളിരിക്കുന്നു. ഇവിടെ നടക്കുന്ന നമ്മളുടെ പൂരം, കുടമാറ്റം, ഇവിടുത്തെ തലേദിവസത്തെ വെടിക്കെട്ട് എപ്പോഴാണ് ഉണ്ടായേ? എനിക്ക് 53 വയസ്സാണ്. 53 വയസ്സായിട്ട് ഇക്കൊല്ലാണ് പകല് ഞങ്ങൾ വെടിക്കെട്ട് കാണുന്നത്. എത്ര വലിയ കെടുകാര്യസ്ഥതയാണ് ഇവരുടെ MLA, LDFിൻ്റെ MLA ബാലേന്ദ്രൻ മദ്യപിച്ച് മതോന്മത്തനായി കിടക്കുന്ന ഒരു ആൾക്ക് ഒരു ഇതുമില്ലാത്തത് കൊണ്ടാണ് സേവാഭാരതിയുടെ വണ്ടിയിൽ ബി ജെ പിയുടെ ഇന്നത്തെ ഇവിടുത്തെ MP-ക്ക് വരേണ്ടി ചെയ്ത് ഉച്ചയ്ക്ക് അതാവാനൊന്നും സാധ്യതയില്ല. അദ്ദേഹത്തിന് പാർട്ടിക്കാർ തന്നെ വേണ്ട പോലെ ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല, ഇതുമായിട്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പാർട്ടിക്കാരും എടുത്തിരിക്കുകയാണ്. അവരാരും വിചാരിച്ചിട്ടില്ല പത്മജ തോൽക്കുമെന്നും ഇദ്ദേഹം ജയിക്കുമെന്നും. അന്നതൊരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടായത്. പത്മജ കോൺഗ്രസിൽ നിന്നാലും BJP നിന്നാലും പത്മജ ജയിക്കില്ല. തൃശ്ശൂർക്കാർ വിജയിപ്പിക്കില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് അവര് അച്ഛനെ ചതിച്ചു, ആങ്ങളെ ചതിച്ചു, പാർട്ടിയെ ചതിച്ചു. അവര് പഠിച്ചു വളർന്നു വന്ന അവര് ഈ ഇത്രയും ഈ പത്മജ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെങ്ങനെയാ അറിയുന്നത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന K. കരുണാകരൻ അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ട് അറിയുന്നത്. ആ പ്രസ്ഥാനത്തെ ചതിച്ചില്ലേ? കരുണാകരനെ ചതിച്ചില്ലേ? മുരളീധരനെ ചതിച്ചില്ലേ? ആയിക്കോട്ടെ, ആവട്ടെ. എന്നാലും BJP കാൻഡിഡേറ്റ് പത്മജ തന്നെയല്ലേ? അല്ല, നമ്മൾ കരിങ്കൊടി കൊണ്ട് ചാടിയാലേ, പിണറായിക്കെതിരെ ചാടിയാലും വീണ ജോർജിൻ്റെ എതിരെ ചാടി കഴുത്തൊക്കെ ഉളുക്കിയത് കണ്ടില്ലേ? കരിങ്കൊടി കാട്ടുമ്പോൾ കഴുത്തുളുക്കുന്നവരെ, കറുത്ത മാസ്ക് വെച്ചാൽ പേടി തോന്നുന്നവരൊക്കെയാണ് ഇവരുടെ മന്ത്രിസഭയിലുള്ളവർ. പിണറായി അല്ല മോദി വന്നാലും അങ്ങനെ തന്നെ. കരിങ്കൊടി, എൻ്റെ കയ്യിൽ കരിങ്കൊടിയില്ല, കല്ലില്ല, കത്തിയില്ല, വടിവാളില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ മോദി പോകുന്ന വഴിത്താരയിൽ ഞാനൊരു ആം ആദ്മി പാർട്ടിയുടെ വക്താവ് എന്ന നിലയ്ക്ക് മോദി പോകുമ്പോൾ ഇവിടെ 144 പ്രഖ്യാപിക്കണമായിരുന്നു. വന്ന് നിന്നതിൻ്റെ പേരിലാണ് എൻ്റെ കയ്യിൻ്റെ ഒക്കെ ഇന്നും നീരാ, എൻ്റെ കുറച്ച ശരീരം ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ആടുന്നില്ലേ? ഇതെൻ്റെ പ്രായം കൊണ്ടല്ല, അന്നത്തെ പിടിവലിയിലുണ്ടായതാണ്. 2 വനിതാ പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു 10-50 ആണുങ്ങളുണ്ടായിരുന്നെങ്കിലും അവർക്ക് എന്നെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മുഴുവൻ സപ്പോർട്ടോടുകൂടി ഈ സ്ത്രീകൾ 2 പേര് വലിച്ചിട്ടും എന്നെ കിട്ടാത്ത വീഡിയോ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ 2 വനിതാ പോലീസുകാരെ കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോവാം. പോലീസ്, ഈ ആൺ പോലീസുകാർ മുഴുവൻ ഞങ്ങളുടെ കൂടെ വരുന്നു. പിടിക്ക്, വലിച്ച് കാറിലിടുക. ഇവരുടെ വണ്ടിയുടെ ബാക്കിലത്തെ ഡോറ് തുറന്നിട്ട് ഇവർ ഈ വണ്ടിയും കൊണ്ട് പിന്നാലെ വരിക, ഞാൻ പോകുന്നതിൻ്റെ പിന്നാലെ. എന്നിട്ടും ഇവർക്ക് എന്നെ പിടിച്ചിടാൻ പറ്റുന്നില്ല. അത് ഞാനൊരു നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടിയ കബഡി പ്ലെയറാണ്. ഞാൻ ആലുക്കാസിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ പ്ലെയറുമായിരുന്നു.
ഞാൻ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, റിലേ, സൈക്ലിംഗ് എല്ലാത്തിലും ഞാൻ ഇതായിരുന്നു. എൻ്റെ ആ സ്പോർട്സ് സ്പിരിറ്റ് തന്നെയാണ് ഇന്നും ഈ രാഷ്ട്രീയത്തിലും ഞാൻ. അതെ, അത് സാരമില്ല. അപ്പോൾ 53 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചിട്ടും ഇവിടെ ഇങ്ങനെ ഒരു പൂരം കാണേണ്ടി വന്നിട്ടില്ല. അത് ഈ ബാലചന്ദ്രൻ ഇവിടുത്തെ MLA ആയിരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ, ആഭ്യന്തര മന്ത്രി പിണറായി വിജയനായിരിക്കുമ്പോൾ ഇരട്ട ചങ്കൊന്നും ഉള്ളവർ വേറെ ഇരുന്നിട്ടില്ല. ഈ ഇരട്ട ചങ്കുള്ള ആൾ ഇരുന്നിട്ടാണ് ഇമ്മാതിരി കോമാളിത്തരം. ഈ തൃശ്ശൂർ ഞങ്ങളുടെയൊക്കെ അഹങ്കാരമാണ് ഈ തൃശ്ശൂർ പൂരം. വിദേശത്തു നിന്ന് വരെ വരുന്ന ആളുകൾക്ക് അവരൊക്കെ എത്ര നിരാശയോടുകൂടിയാന്നു. ആഴ്ചകളോളം ഇവിടെ വന്ന് റൂം എടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കി ഇവിടെ വന്ന് ഈ പൂരം കാണാൻ വരുന്ന, വെടിക്കെട്ട് കാണാൻ വരുന്ന ആ വിദേശികൾ പോലും എത്രമാത്രം മനപ്രയാസപ്പെട്ടും സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് പോയി എന്ന്. അടുത്ത പൂരത്തിന് വരുമ്പോൾ നിങ്ങൾ ഇതേപ്പറ്റി ചോദിക്കാൻ ഇവിടെ വന്നാൽ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെയും കൊണ്ടുവന്ന് അവർ പറയും എത്രമാത്രം ദുഃഖിതരായിട്ട് അവർ പോയി എന്ന്. അവിടെ അന്നുണ്ടായിരുന്ന ആ പോലീസ് മേധാവി അവർക്ക് ഉദ്യോഗ കയറ്റം കൊടുത്തുകൊണ്ടല്ലേ ഇവർ അനുമോദിച്ചത്. തൃശ്ശൂരം കലക്കിയതിന് ആ പോലീസ് മേധാവിനെ ഇവര് പാരിതോഷികം കൊടുത്തും സ്ഥാനക്കയറ്റം കൊടുത്തും അവരോധിച്ചെങ്കിൽ അത് എന്ത് ആഭ്യന്തരം, എന്ത് മന്ത്രിസഭ. നിങ്ങളുടെ എത്ര എവിടെയൊക്കെയാണ് കേരളത്തിൽ പ്രതീക്ഷയുള്ള മണ്ഡലം? 5-3 മണ്ഡലങ്ങളുടെ കാര്യം പറയാം. ഇപ്പം ഞാനിവിടെ MLA സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഞാൻ വേറെ മണ്ഡലമൊന്നും പറയില്ലല്ലോ. എനിക്ക് എൻ്റെ മണ്ഡലം തന്നെയാണ് പറയാൻ പറ്റും. തൃശ്ശൂർ മണ്ഡലത്തിൽ അതിൻ്റെ കാരണം ഞാനൊരു ഫ്ലെക്സ് പോലും വയ്ക്കാതെ പ്രകൃതി സ്നേഹികൾ എന്നോട് വന്ന് പറഞ്ഞു, മാഡം 10 കൊല്ലം മുമ്പ് ഞാനിവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു, മാഡം നിങ്ങളൊരു ആം ആദ്മി പാർട്ടിയുടെ വക്താവല്ലേ, ഞങ്ങൾ ആം ആദ്മി പാർട്ടി ഒന്നും ഇവിടെ ജനങ്ങളൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ നിൽക്കുമ്പോൾ പറ്റുമെങ്കിൽ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഈ ഫ്ലെക്സ് ഒന്നും ഒഴിവാക്കാം. ഞാനൊരു ഫ്ലെക്സ് പോലും വെച്ചില്ല. ഞങ്ങൾ ഇത് വേണ്ടെന്നേ. വിദേശങ്ങളിലൊക്കെ എവിടെയാ ഇങ്ങനെ കൂലിപ്പട്ടാളം നടക്കുന്നുണ്ടോ? കള്ളും കഞ്ചാവും വാങ്ങിക്കൊടുത്ത് ഈ കൊള്ളസംഘം പോലെ കഴിഞ്ഞ ദിവസം വൈറൽ മീഡിയ ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ വരാൻ പറ്റില്ല എന്ന് മറ്റൊരു പാർട്ടിയുടെ എന്താ വാട്സപ്പ്, ഫേസ്ബുക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാം. ഒരാവശ്യമില്ല. എന്നിട്ടും എനിക്കന്ന് നല്ല വോട്ട് കിട്ടി. ഞാനൊരു ഫ്ലെക്സ് പോലും വയ്ക്കാതെ 4 തവണ ജനങ്ങളുടെ അടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റി. ഞാനിവിടെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പുരഞ്ഞൂർ അച്ചാർ കമ്പനി സമരം, വലക്കാവ് ക്വാറി സമരം, ഈ മന്ത്രിസഭയുടെ മുകളിലൊക്കെ കയറി നിന്നത് അതിൻ്റെ ഇതായിട്ടാണ്. തഹസിൽദാരുടെ ഓഫീസിൽ 3 തവണ അദ്ദേഹത്തെ വരവേ ചെയ്യേണ്ടി വന്നു. അവർ ഞാൻ ഫയൽ കാണാനില്ല എന്ന് പറയണേ. ഇവർക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ്, ഇവർക്ക് കൊടുത്തിട്ടുള്ള പട്ടയത്തിൻ്റെ ഈ പേപ്പേഴ്സ് ഒന്നും തഹസിൽദാരുടെ ഓഫീസിൽ കാണാനില്ല. അത്രേ അവരെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും കുറ്റം പറയാനില്ല. ഞങ്ങൾ പത്മജയുണ്ട്, നമ്മുടെ ലീലാകൃഷ്ണനുണ്ട്, നമ്മളുടെ രാജനുണ്ട്. അദ്ദേഹം ഇവിടെ അല്ല, ഇവിടെ ഇതായിരുന്നു, മേയറായിരുന്നു. ഇല്ല 10 കൊല്ലം. അപ്പോൾ ഏതായാലും ഇപ്പം ഇലക്ഷൻ്റെ നിങ്ങൾ പറഞ്ഞു ഒറ്റഘട്ടമായിട്ട് തന്നെ തീർക്കുകയാണ്. ഇവർക്കൊക്കെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു, 3-ാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റഘട്ടം 40 ലക്ഷം എന്ന് പറഞ്ഞ് 4 കോടിയും 40 കോടിയൊക്കെ ചെലവാക്കുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ. അവർക്ക് പലതും അട്ടിമറിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആകെ ഫേസ്ബുക്കും വാട്സപ്പും ജനങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഹൃദയത്തിൽ എടുക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകും ജനങ്ങളോട് ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്ഥാനാർത്ഥിയായി അന്ന് നമ്മളൊക്കെ പോയില്ലേ, അതിനുശേഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം 8ാമത്തെ ദിവസമാണ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇടുന്നു. ഇന്ന് എനിക്ക് അതിനുള്ള നേരേ ഉള്ളൂ. ഒറ്റയാൾപ്പട്ടാളം പോലെ നമ്മളിവിടെ തൃശ്ശൂർ മണ്ഡലം മുഴുവൻ ഓടുകയാണ്. ഒരിക്കലും പോസ്റ്റ് ഒട്ടിക്കാനും ഫ്ലക്സ് ഒക്കെ ഉണ്ടാവും. വളരെ ലളിതമായിട്ട്, തീരെ വേണ്ട എന്ന് വെക്കുന്നില്ല, വളരെ ലളിതം. ഞങ്ങളുടെ ചായ, കാപ്പി, ഭക്ഷണം എല്ലാം അടക്കം, പെട്രോള്, നോട്ടീസ് എല്ലാം അടക്കം, പെൻഡ്രൈവ് വരെ, റെക്കോർഡിംഗ് വരെ എല്ലാം കൂട്ടിയാലും 1 ലക്ഷമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പലവരും പറഞ്ഞു അതിൽ നിൽക്കില്ല, റാണി ഒരു 2 ലക്ഷമെങ്കിലും എങ്ങനെയും 10 രൂപ മുതൽ 100 രൂപ മുതൽ ഞങ്ങളുടെ അല്ല, ഞാൻ ഇതുവരെ പാർട്ടി പ്രവർത്തനം ചെയ്തത് ഞാൻ സമ്പാദിച്ച പൈസ വെച്ചാൽ അത് കഴിഞ്ഞു.
ഇനി എൻ്റെ മോനെ ഞാൻ പോളണ്ടിൽ എത്തിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, വളർത്തി വലുതാക്കിയിട്ടുണ്ട്. ഇനി അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കുക. ഹസ്ബൻഡ് സൗദിയിലാണ്. എനിക്ക് എൻ്റെ ഒറ്റ വയറ് വേണ്ട, ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. എനിക്ക് ശമ്പളം പോലും വേണ്ട, എനിക്ക് ശമ്പളം വേണ്ട. ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി 53 വയസ്സ് മുതൽ എന്നെ ഇവരെ എന്ന് MLA ആക്കുന്നു അന്ന് മുതൽ എൻ്റെ മരണം വരെ ശമ്പളമില്ലാതെ 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊളിറ്റിക്സിൽ ഉണ്ടാവില്ല. ജനസേവനം ഉണ്ടാവും, പക്ഷേ അത് മരണം വരെ ഉണ്ടാവും. പക്ഷേ ഞാനൊരു MLA ആയിട്ടോ MLA സ്ഥാനാർത്ഥിയായിട്ടോ ഞാൻ ഉണ്ടാവില്ല. അതിനു മുമ്പ് ഇവരെന്നെ MLA ആക്കിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഗാന്ധിജിയുടെയും കേജ്രിവാളിൻ്റെയും വിഷൻ എന്താണെന്നും ആശയങ്ങൾ എന്താണെന്നും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇവരീ പറയുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഗ്യാരണ്ടിയോട് കൂടിയ റോഡുകൾ, നല്ല ബസ് സ്റ്റോപ്പുകൾ, ഏറ്റവും 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷത്തിലുള്ള ബസ് സ്റ്റോപ്പുകൾ പല കാലങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഖ്യാപിച്ച തുകയുടെ 30% തീർത്തിട്ടുണ്ട്. അത് ചരിത്രമാണ്. ഇപ്പൊ ഇത് ശരിയായിട്ടും ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ആരുടെയും അടിമകളല്ല. നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. ഇന്നാൾ ജയിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജയിക്കും, അതുകൊണ്ട് ഞാൻ ആ ജയിക്കുന്ന ആളെല്ലാം കൊടുത്തേക്കാം എന്ന് പറയുന്നത് ജനാധിപത്യമല്ല, നമ്മൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. നമ്മൾക്ക് ഇതേപോലെ ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം നിന്ന് 1 രൂപ പോലും ശമ്പളം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ, ജനകീയ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി ഇടപെടൽ നടത്തുന്ന റാണി എന്ന് പറയുന്ന ഒരാളാണ് ഈ തൃശ്ശൂർ നിൽക്കുന്നത്. എതിരാളികൾ കരുത്തന്മാരാണ്, പിന്നെ സാമ്പത്തിക ശക്തിയുണ്ട്, പിന്നെ അവർക്ക് അണികളുണ്ട്, നോട്ടീസ് ഒട്ടിക്കാൻ ആൾക്കാരുണ്ട്, എല്ലാമുണ്ട്. ഇവർ നിങ്ങളോട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊന്ന് വായിക്കണം, കേൾക്കണം. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവരെ വിജയിപ്പിക്കാനും ഉള്ള കാര്യങ്ങളിലെ കിടക്കണം. കാരണം മാറ്റം അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ല, നല്ലത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ പരിചയപ്പെട്ട ആളെ കാണാനായിട്ടാണ് ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് തൃശ്ശൂർ വരെ വണ്ടി ഓടിച്ചു വന്നത്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രാർത്ഥന ജനങ്ങളോടാണ്. ആ പ്രാർത്ഥന അവരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ വാക്കുകൾ എല്ലാം പാലിക്കും. എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ സേവനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു തവണ ഞങ്ങൾക്ക് ഒരു ആം ആദ്മിക്ക് പ്രത്യേകിച്ച് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്ത് കാണിക്കും. ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു വാഗ്ദാനത്തിൽ നിന്നും ഒരു വാക്കിൽ നിന്നും ഞാൻ പുറകോട്ട് പോവില്ല. റൈറ്റ് ടു റീകോൾ, റൈറ്റ് ടു റിജക്റ്റ്. നിങ്ങൾ എന്നെ ഒഴിവാക്കും മുമ്പേ, തിരിച്ചു വിളിക്കും മുമ്പേ തന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകും. അതിനുള്ള അവസരം എനിക്കും ഞാൻ നിങ്ങൾക്കും തരാതിരിക്കാൻ വേണ്ടി ഞാനൊരു MLA ആയി കഴിഞ്ഞാൽ 100% ഒരൊറ്റ തവണ എനിക്ക് അവസരം തന്നാൽ ചെയ്ത് കാണിക്കുമെന്ന് അടിവരയിട്ട് പറയുന്നു. ഞാൻ ജനസേവനത്തിന് വന്നതാണ്. ഞാൻ ഒരു കാരണവശാലും ശമ്പളം വാങ്ങി ഞാൻ ജോലി ചെയ്യില്ല. ജനസേവനം ചെയ്യാൻ മനസ്സുള്ളവർ മാത്രമേ ഈ സംവിധാനത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഞങ്ങൾ ഇതിൽ നിന്ന് കോടികൾ കട്ടുമുടിക്കുന്നത് പോരാതെ ശമ്പളവും വാങ്ങി 5ഉം 6ഉം 7ഉം 8ഉം പെൻഷൻ, MLA പെൻഷൻ വാങ്ങുന്നവരും മന്ത്രി പെൻഷൻ വാങ്ങുന്നവരൊക്കെ നമ്മുടെ ഈ സംവിധാനങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ദുർവിധിയാണ്. ഇതിനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.